ഇറാനുമായി ഇപ്പോൾ യുദ്ധം നടത്തുന്നത് അമേരിക്കയും ഇസ്രായേലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന അവരെക്കാട്ടും കരുത്തരായ മറ്റൊരു അദൃശ്യ ശക്തി ലോകത്ത് മറഞ്ഞിരിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം അതിനൂതന സാങ്കേതിക വിദ്യകൾ കൈമുതലാക്കിയ ഈ കാലത്ത് ഒരു കൊച്ചുദ്വീപിൽ നടന്ന അതിക്രൂരമായ നരഹത്യ ലോകമറിയുന്നത് വളരെ വൈകിയാണ്. എന്തുകൊണ്ട്? മാത്രമല്ല എഫ്സ്റ്റീൻ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്ന പേരുകൾ ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ നിന്നുള്ള പ്രമുഖരുടെ പേരുകളാണ്. എന്നിട്ടും അമേരിക്ക തന്നെ ആ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത് ഇതിന്റെ പുറകിൽ ഒരു വൻ ശക്തിയുണ്ട് എന്ന്. ആ ശക്തി അന്വേഷിച്ച് നിങ്ങൾ പോയാൽ ഏലിയൻസിലും ഇല്ലുമിനാറ്റിയിലും എത്തിച്ചേരും. പക്ഷേ ഇതിന്റെ ബേസ് മറ്റൊന്നാണ്. മസീഹ് ദജ്ജാൽ. ദജ്ജാൽ അവന്റെ വരവിനുള്ള ഒരുക്കങ്ങളാണ് അവന്റെ അനുയായികളുമായി ഈ ലോകത്ത് ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് എന്ന് എത്ര ആൾക്കറിയാം. ദജ്ജാലിന്റെ വരവിന്റെ തൊട്ടുമുമ്പ് മുസ്ലിം ഭരണകൂടങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ദജ്ജാലിന്റെ വരവിന്റെ ഒരുക്കങ്ങളല്ലാതെ മറ്റെന്താണ്? ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്ത് കഴിയുന്നതും എല്ലാ ദിവസവും പാരായണം ചെയ്യണമെന്നും എല്ലാ നിസ്കാരത്തിന്റെയും അവസാനത്തെ അധ്യായത്തിൽ അവന്റെ ഫിത്നയെ തൊട്ട് കാക്കാൻ ദുആ ചെയ്യണമെന്നും അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇതിന് ഇത്ര ഗൗരവം കൊടുക്കുന്നത്? നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ദജ്ജാൽ എന്ന സത്യം. നമ്മൾ ചിലർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് 40 ദിവസത്തിൽ ദജ്ജാൽ ഭൂമിയിലേക്ക് വരുന്നു, എന്തൊക്കെ കാട്ടിക്കുത്തുന്നു, അവസാനം ഈസാ നബി അവനെ കൊല്ലുന്നു എന്ന് മാത്രമാണ്. അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. ചില വ്യക്തികൾ മനസ്സിലാക്കുന്നത് ഇത്രയേറെ മുന്നറിയിപ്പ് കിട്ടിയിട്ടും ദജ്ജാലിന്റെ മുന്നിൽ നമ്മൾ എങ്ങനെ അടിപതറും എന്നാണ്. ഞാൻ ഇനി പറയാൻ പോകുന്നത് മുഴുവനായിട്ട് കേട്ടാൽ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അതിനു മുമ്പ് ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായി കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക.